ഒരിക്കൽ ഒരിടത്ത് ഒരു സന്യാസി ജീവിച്ചിരുന്നു. ഒരു ദിവസം ഒരാൾ സന്യാസിയെ കാണാൻ വന്നു. സന്യാസി അവരെ സ്വീകരിച്ചു. അപ്പോൾ അയാൾ സന്യാസിയോട് പറഞ്ഞു, ഗുരോ, ഞാൻ വല്ലാത്ത മാനസിക പ്രതിസന്ധിയിലാണ്. എന്റെ മനസ്സിൽ എപ്പോഴും പല ചിന്തകളും വന്നുകൊണ്ടേയിരിക്കുന്നു. എന്റെ ഈ ചിന്തകളെ കുറക്കാനുള്ള എന്തെങ്കിലും മന്ത്രം ഉപദേശിച്ചു തരാമോ? സന്യാസി അവനെ നോക്കിക്കൊണ്ട് ശാന്തമായി പറഞ്ഞു, സഹോദരാ, നിങ്ങൾ എന്നും ധ്യാനിക്കാൻ തുടങ്ങുക. എല്ലാ ദിവസവും കുറച്ചു സമയം ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പതുക്കെ പതുക്കെ ശാന്തമാവുകയും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. എന്നാൽ അയാൾ സന്യാസിയോട് വീണ്ടും പറഞ്ഞു, ഗുരോ, ദയവു ചെയ്ത് എന്നോട് ധ്യാനിക്കാൻ പറയരുത്. എനിക്ക് ധ്യാനിക്കാൻ കഴിയില്ല. ഞാൻ ധ്യാനിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ എന്റെ മനസ്സിൽ കൂടുതൽ മോശം ചിന്തകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അത് എന്റെ മനസ്സിനെ കൂടുതൽ വിഷമത്തിലാക്കുകയാണ് ചെയ്തത്. സന്യാസി പറഞ്ഞു, വിഷമിക്കേണ്ട മകനെ, ധ്യാനത്തിന്റെ തുടക്കത്തിൽ അങ്ങനെ ഉണ്ടാവാം. എന്നാൽ ധ്യാനം കൂടുതൽ പരിശീലിക്കുമ്പോൾ മനസ്സ് പതുക്കെ പതുക്കെ ശാന്തമാവാൻ തുടങ്ങും. എന്നാൽ അയാൾ പറഞ്ഞു, ഗുരോ, ധ്യാനം എനിക്ക് ചെയ്യാൻ കഴിയില്ല. എന്റെ മനസ്സിനെ ശാന്തമാക്കാൻ അങ്ങ് ദയവായി എനിക്ക് ഒരു മന്ത്രം പറഞ്ഞു തന്നാലും. ഈ മനുഷ്യന് ഇതുപോലെ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് സന്യാസിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇത്രയും നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു മന്ത്രം ഉപദേശിക്കാം. അത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. സന്യാസി അയാളുടെ ചെവിയിൽ മന്ത്രം ചൊല്ലിക്കൊടുത്തു. എല്ലാ ദിവസവും ഒറ്റയ്ക്കിരുന്നു നിങ്ങൾ ഈ മന്ത്രം ചൊല്ലണം എന്നും പറഞ്ഞു. എന്നാൽ അയാൾ തിരിച്ചു പോകാൻ നേരം സന്യാസി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഒരിക്കലും കുരങ്ങനെക്കുറിച്ച് ആലോചിക്കരുത്. അങ്ങനെ ചെയ്താൽ മന്ത്രത്തിന് ഫലം ലഭിക്കില്ല. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഗുരോ, ഞാൻ എന്തിനാണ് കുരങ്ങിനെപ്പറ്റി ചിന്തിക്കുന്നത്? ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കുരങ്ങിനെക്കുറിച്ച് ഓർത്തിട്ട് പോലുമില്ല. ഇനിയും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കില്ല. അയാൾ ഗുരുവിന് നന്ദി പറഞ്ഞ ശേഷം സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ എത്തിയ അയാൾ മന്ത്രം ചൊല്ലാനായി ഇരുന്നു. അപ്പോൾ അയാൾ ഗുരുവിന്റെ വാക്കുകൾ ഓർത്തു. ഈ മന്ത്രം ചൊല്ലുമ്പോൾ കുരങ്ങനെക്കുറിച്ച് ഓർക്കരുത്. അയാൾ മന്ത്രം ചൊല്ലാൻ തുടങ്ങിയപ്പോൾ കുരങ്ങന്റെ ചിത്രം മനസ്സിൽ തെളിയാൻ തുടങ്ങി. അയാൾ കൂടുതൽ ഉച്ചത്തിൽ മന്ത്രം ചൊല്ലാൻ ശ്രമിച്ചപ്പോൾ കൂടുതൽ കുരങ്ങന്മാർ മനസ്സിൽ തെളിയാൻ തുടങ്ങി. കുരങ്ങനെ അയാൾ മറക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം കൂടുതൽ കുരങ്ങന്മാർ അയാളുടെ മനസ്സിലേക്ക് കടന്നുവന്നു. കുറച്ചു സമയം കൊണ്ട് അയാളുടെ മനസ്സ് നിറയെ കുരങ്ങന്മാരെ കൊണ്ട് നിറഞ്ഞു. അയാൾ ആലോചിച്ചു, സന്യാസി എന്തിനാണ് എന്നോട് കുരങ്ങിനെ ഓർക്കരുതെന്നു പറഞ്ഞത്? അദ്ദേഹം അത് പറയാതിരുന്നെങ്കിൽ എനിക്കൊരിക്കലും കുരങ്ങിന്റെ ചിന്ത വരില്ലായിരുന്നു. അന്നത്തെ ദിവസം മുഴുവനും അയാൾ മന്ത്രം ചൊല്ലാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അയാളുടെ മനസ്സ് മുഴുവനും കുരങ്ങന്മാരെ കൊണ്ട് നിറയുക മാത്രം ചെയ്തു. രാവിലെ ആയപ്പോൾ അയാൾ വീണ്ടും സന്യാസിയുടെ അടുത്തെത്തി. അയാൾ നടന്നതെല്ലാം സന്യാസിയോട് പറഞ്ഞു. ഗുരോ, നിങ്ങൾ എന്ത് മന്ത്രമാണ് എനിക്ക് പറഞ്ഞു തന്നത്? ഇപ്പോൾ എന്റെ മനസ്സ് മുഴുവനും കുരങ്ങന്മാരാണ്. ഒരു നിമിഷം പോലും എനിക്ക് കുരങ്ങിന്റെ ചിന്തയിൽ നിന്നും മോചനം കിട്ടുന്നില്ല. ദയവായി എന്നെ സഹായിച്ചാലും. സന്യാസി പറഞ്ഞു, നിങ്ങൾ ഇനി മന്ത്രം ചൊല്ലുന്നത് നിർത്തി ഇവിടെ ശാന്തമായി ഇരിക്കൂ. അയാൾ കുറച്ചു സമയം ശാന്തമായി ഇരുന്നപ്പോൾ പതുക്കെ പതുക്കെ കുരങ്ങന്മാരുടെ ചിന്തകളെല്ലാം നീങ്ങി. അയാളുടെ മനസ്സ് സാധാരണ നിലയിൽ ആയി. അപ്പോൾ സന്യാസി പറഞ്ഞു, സഹോദരാ, എനിക്ക് നിങ്ങൾക്ക് മനസ്സിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു തരണമായിരുന്നു. നമ്മൾ ഒരിക്കലും മനസ്സിലെ ചിന്തകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ അതുപോലുള്ള കൂടുതൽ ചിന്തകൾ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ മനസ്സിനെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അത് കുരങ്ങിനെ പോലെ ചാടി ചാടി നടക്കും. അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കാൻ മനസ്സിലെ ചിന്തകളെ നിരീക്ഷിക്കാൻ ആരംഭിക്കുക. അപ്പോൾ മനസ്സ് പതുക്കെ പതുക്കെ ശാന്തമാവും. മനസ്സിനെ നിരീക്ഷിക്കണമെങ്കിൽ നമ്മൾ ധ്യാനം പരിശീലിക്കേണ്ടതുണ്ട്. നമ്മുടെയെല്ലാം ജീവിതത്തിൽ നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് കുരങ്ങിനെ പോലെയാണെന്ന് കണ്ടെത്താം. അത് അവിടെയും ഇവിടെയും കുരങ്ങിനെ പോലെ വെറുതെ ചാടിക്കൊണ്ടേയിരിക്കും. കുരങ്ങു മനസ്സിനെ ശക്തമായി നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിനൊരിക്കലും സാധിക്കില്ല. അത് ഒരു സ്പ്രിംഗ് പോലെയാണ്. കൂടുതൽ പ്രസ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ പുറത്തേക്ക് ചാടും. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെ നിർത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം കൂടുതൽ ചിന്തകൾ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. വിദഗ്ധർ പറയുന്നത് ഒരു ദിവസം മനസ്സിൽ 36,000 മുതൽ 80,000 വരെ ചിന്തകൾ ഉണ്ടാകുന്നുണ്ടെന്നാണ്. നിങ്ങൾ ചിന്തകൾ നിർത്താൻ ശ്രമിക്കും തോറും നിങ്ങൾക്ക് അത്തരത്തിലുള്ള കൂടുതൽ ചിന്തകളുണ്ടാവുകയും അത് നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് മനസ്സിലെ ചിന്തകളെ നിരീക്ഷിക്കാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും എന്നും സന്തോഷത്തിൽ ജീവിക്കാനും കഴിയും.